ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ മാനിക്യൂർ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഞാൻ പെഡിക്യൂർ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് മാനിക്യൂർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു കുഞ്ഞു ബേസൺ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളതിലേക്ക് ഷാമ്പു, നമ്മൾ വീട്ടിലെ ഏത് ഷാമ്പു ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഷാമ്പു ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക കേട്ടോ. പതപ്പിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് നമ്മൾ ഉപ്പാണ് ഇടുന്നത് കേട്ടോ. നാരങ്ങ ഉള്ളവർ നാരങ്ങ ഇടുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നാരങ്ങ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പകരം ഉപ്പാണ് ഇടുന്നത്. ഉപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ബെറ്റർ, എനിക്ക് തോന്നുന്നു കൂടുതലും നാരങ്ങ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പം ഉപ്പിൻ്റെ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ലെമൺ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇട്ടിട്ട് നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് അതും മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റോളം വെക്കുന്നതാണ്. നമ്മളൊന്ന് കുതിർക്കുക കേട്ടോ. കുതിർക്കാനായിട്ട് വെക്കുക നമ്മുടെ കൈകൾ. അതുപോലെ തന്നെ നമ്മൾ 15 മിനിറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പഴയ ബ്രഷ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരു ബ്രഷ് നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ കൈകൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഉരച്ച് കഴുകുക. ഇപ്പം നമുക്ക് മുകളിലോട്ട്, അതായത് കൈ ഫുള്ള് ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്കിലേക്കും നമ്മളിതുപോലെ സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രഷാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ നഖത്തിനിടയിലൊക്കെ നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് നമ്മളെടുക്കുക. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മൾ ഉരച്ചരച്ച് നന്നായിട്ട് കഴുകണം കേട്ടോ. അതിനുശേഷം നമ്മളൊരു നെയിൽ കട്ടർ മാത്രം മതി. ഈ നെയിൽ കട്ടർ ഉപയോഗിച്ച് നമ്മുടെ നഖത്തിനിടയിൽ എന്തെങ്കിലും ചെളിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കുത്തിക്കളയുക. അതുപോലെ തന്നെ നമ്മുടെ നെയിൽ കട്ടർ ഉപയോഗിച്ച് നമ്മുടെ നെയിൽ ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തതാണ്. ഞാനിപ്പം ഇന്നലെയാണ് എല്ലാം കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ അത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് രണ്ടാമത്തെ ടിപ്പാണ്. അപ്പോൾ ഈ ടിപ്സിന് നമ്മൾ ഒരു കോഫി പൗഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഫി, ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. ഈ കോഫി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോഫി പൗഡർ എടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഫുള്ളും കൈയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കുക. അപ്പം നമ്മൾ ഇപ്പം കൈയുടെ ഈ ഒരു ഭാഗം മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര എടുക്കുക. നിങ്ങൾ ഞാനിപ്പോൾ ഒരു കൈ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 കൈയും ചെയ്യുന്നത് 2 ക്വാളിറ്റി. അതുപോലെ കുറച്ച് വെള്ളം ഉപയോഗിച്ച്, ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ സ്ക്രബ് ചെയ്യാൻ പാകത്തിന്, അതായത് ഒന്ന് ഇങ്ങനെ പരട്ടിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തപ്പം ഒഴിച്ചപ്പം ഇച്ചിരി കൂടിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ലൂസാക്കണ്ട. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നിങ്ങൾ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത് നന്നായിട്ട് കൈ സ്ക്രബ് ചെയ്യുക. അതുപോലെ മുകളിലോട്ടും നമുക്ക് സ്ക്രബ് ചെയ്യുക കേട്ടോ. നമുക്ക് ഫുൾ ഹാൻഡും നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ട് കൈ കഴുകി ഇതുപോലെ നല്ലൊരു തുണിയെടുത്ത് നമ്മൾ തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലെ എന്ത് ക്രീമാണ്, ഹാൻഡ് ക്രീമൊക്കെ ഉണ്ട്. ഞാനിപ്പം തൽക്കാലം ഈ കൊക്കോ ബട്ടറിൻ്റെ ഒരു ക്രീമാണ് തേക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്ത് സ്ക്രബ് ചെയ്താലോ, അതുപോലെ നമ്മൾ ഫേസിൽ ചെയ്താലോ, നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ഇച്ചിരി ക്രീം ഇട്ട് കൊടുക്കുക. ഫേസ് ക്രീമാണെങ്കിലും നമ്മുടെ എന്ത് ക്രീമാണെങ്കിലും നമ്മളൊന്ന് അതിൻ്റെ പുറമെ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ഈ ഹാൻഡും അതുപോലെ കാലും അതുപോലെ നമുക്ക് മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.